ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് തിയറംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റിമൈൻഡർ തിയറവും അതേപോലെ ഫാക്ടർ തിയറവും ആൻഡ് ഫാക്ടർ തിയറത്തിന്റെ പ്രൂഫും എല്ലാം തന്നെ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുത്താലോ മക്കളെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുകയാണ് മക്കളെ, എന്താണ് ഈ ഡിവിഡൻഡ്, ഡിവൈസർ, റിമൈൻഡർ, കോഷ്യന്റ് എന്നൊക്കെ പറഞ്ഞാൽ? എടാ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 9 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എത്ര 2 ഉണ്ട്? 4 2 4 8 വരും, റിമൈൻഡർ 1 വരും അല്ലെ. അപ്പോൾ ഞാനിവിടെ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഡിവിഡൻഡ്. ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഡിവൈസർ. എനിക്ക് കിട്ടിയ ആൻസർ എന്താണോ അതാണ് കോഷ്യന്റ് ആൻഡ് ബാക്കി ആയിട്ടുള്ള ഈ സാധനം റിമൈൻഡർ. അത് മനസ്സിലായല്ലോ? അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നമുക്ക് നേരെ റിമൈൻഡർ തിയറത്തിലേക്ക് കിടക്കാം. എടാ, റിമൈൻഡർ തിയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, അതിനെ ഞാൻ എക്സ് മൈനസ് എ എന്ന ഒരു ലീനിയർ പോളിനോമിയലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ വേണേ ആവാട്ടോ, ഏത് റിയൽ നമ്പർ വേണേ ആവാം, ഏത് റിയൽ നമ്പർ വേണേ ആവാം. 0 വരാം, നെഗറ്റീവ് നമ്പർ വരാം, പോസിറ്റീവ് നമ്പർ വരാം, ഫ്രാക്ഷൻ വരാം, ഏത് വേണേ വരാം. ഓക്കെ, സോ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഞാൻ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ലീനിയർ പോളിനോമിയലോട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്തായാലും എക്സ് വേരിയബിൾ ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ആയിരിക്കും. അതെന്തോ ആയിക്കോട്ടെ, മേ ബി ആൻസർ മീൻസ് കോഷ്യന്റ് അത് മേ ബി പി ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ് അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സ് പി ഓഫ് എക്സ് കൊടുക്കാൻ പറ്റില്ല. പി ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഡിവൈസറും കോഷ്യന്റും സെയിം ആവില്ലല്ലോ. അപ്പോൾ അത് ക്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ ജി ഓഫ് എക്സ് മറ്റൊരു പേര് കൊടുക്കുക. എക്സ് വേരിയബിൾ ആയിട്ട് വരുന്ന ഒരു പോളിനോമിയലാണ് ആൻസർ ആയിട്ട് കിട്ടുക. പക്ഷെ നമ്മളെ ആൻസർ അല്ല, നമുക്ക് റിമൈൻഡർ ആണ് ഇമ്പോർട്ടൻറ്റ്. റിമൈൻഡർ എന്തായിരിക്കും അറിയോ? ഈ പോളിനോമിയലിൽ എക്സിന് പകരം ഈ വാല്യൂ എ കൊടുത്തത്, അതായത് പി ഓഫ് എക്സിൽ എക്സിന് പകരം എ കൊടുത്തത്, വിച്ച് മീൻസ് പി ഓഫ് എ ആയിരിക്കും റിമൈൻഡർ. ഇതാണ് റിമൈൻഡർ തിയറം. ഇത്രയേ ഉള്ളൂ റിമൈൻഡർ തിയറം. റിമൈൻഡർ തിയറം എന്ന് പറഞ്ഞാൽ നമുക്കെ ഒരു പോളിനോമിയൽ, ആ പോളിനോമിയലിനെ നമ്മൾ എക്സ് മൈനസ് എ എന്ന ലീനിയർ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് ആ പോളിനോമിയലിൽ എക്സിന് പകരം എ കൊടുത്തതായിരിക്കും, എ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരിക്കും. അഥവാ പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് എന്ന് വെച്ചാൽ റിമൈൻഡർ വിൽ ബി പി ഓഫ് എ. ഇതാണ് റിമൈൻഡർ തിയറം. റിമൈൻഡർ തിയറം നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫാക്ടർ തിയറം. മക്കളെ 12 3ന്റെ 3 12ന്റെ ഫാക്ടർ ആണോ? 3 എന്ന് പറഞ്ഞാൽ 12ന്റെ ഫാക്ടർ ആണോ? 3 എന്ന് പറഞ്ഞാൽ 12ന്റെ ഫാക്ടർ ആണോ? 12ന്റെ ഫാക്ടർ ആണോ? ആണ് അല്ലേ? വൈ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? കാരണം നമ്മൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും ആൻസർ? 4 വരും, 4 3 12. റിമൈൻഡർ എത്ര വരും? 0 വരും അല്ലേ? അഥവാ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3നെ കൊണ്ട് 12നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും 3 എന്ന് പറയുന്നത് 12ന്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയും. ഈ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ പറ, എപ്പോഴാണ് പി ഓഫ് എക്സിന്റെ ഫാക്ടർ എക്സ് മൈനസ് എ ആവുക? എക്സ് മൈനസ് എ എപ്പോഴാണ് പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആവുക? റിമൈൻഡർ 0 ആകുമ്പോൾ അല്ലേ? അന്നപ്പം എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എപ്പോഴാണ് ഫാക്ടർ ആവുക? ഇസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. എപ്പോ റിമൈൻഡർ ആയിട്ടുള്ള പി ഓഫ് എ 0 ആകുമ്പോൾ, വെൻ പി ഓഫ് എ ഈക്വൽ ടു 0. പി ഓഫ് എ 0 ആകുമ്പോൾ എക്സ് മൈനസ് എ ഫാക്ടർ ആണ്. ഇനി അതിനെ നേരെ തിരിച്ചും പറയും. ഫാക്ടർ തിയറത്തിൽ 2 സ്റ്റേറ്റ്മെന്റ് ആണത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഫാക്ടർ ആണ് എപ്പോ? പി ഓഫ് എ 0 ആകുമ്പോൾ. അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി നേരെ തിരിച്ച് പി ഓഫ് എ 0 ആണ് എപ്പോ? വെൻ എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ ഓഫ്. അപ്പൊ ഫാക്ടർ തിയറം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? എന്താ? എക്സ് മൈനസ് എ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എ 0 ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? പി ഓഫ് എ 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടർ ആണ്. ഓക്കെ, നമുക്ക് രണ്ടിന്റെയും പ്രൂഫ് ഒന്ന് എഴുതാം. രണ്ടിന്റെയും പ്രൂഫ് ഒന്ന് നോക്കാം. പ്രൂഫ് എടാ, നമുക്കറിയാം എപ്പോഴും ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ്. ആണല്ലോ? ഓക്കെ, ഇവിടെ ഡിവിഡൻഡ് എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് റിമൈൻഡർ എന്താ? പി ഓഫ് എ ആണ്. ഓക്കെ, പി ഓഫ് എ 0 ആണെന്ന് വിചാരിക്കുക മക്കളെ. ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0, പി ഓഫ് എ 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഇത് 0 ആയിപ്പോയി, ഇതില്ല, ഇത് പിന്നെ അല്ല. പിന്നെ എന്താ ഉള്ളത്? പി ഓഫ് എക്സ് ഈക്വൽ ടു
പി ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് മാത്രമേ ഉള്ളൂ. അഥവാ പി ഓഫ് എക്സിന് നമുക്ക് എക്സ് മൈനസ് എ ഇൻറ്റു സംതിങ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ്. ദെയർഫോർ എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫ് നമ്മൾ എഴുതി. എന്ത്? പി ഓഫ് എ 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടർ ആണ്. അതാണ് ഒരു പ്രൂഫ്. ഇനി അടുത്ത പ്രൂഫ്, എക്സ് മൈനസ് എ ഫാക്ടർ ആണെന്ന് വിചാരിക്കാം. ഇത് ഒരു പ്രൂഫാണ്, ഇതൊരു പ്രൂഫാണ്, ഫസ്റ്റ് പ്രൂഫ്. ഇത് ഇനി സെക്കൻഡ് പ്രൂഫ്. എന്തിന്റെ? ഫാക്ടർ തീർത്തിന്റെ സെക്കൻഡ് പ്രൂഫ്. എന്താ? ഇഫ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഇൻറ്റു സം പോളിനോമിയൽ, ക്യൂ ഓഫ് എക്സ് നോ ജി ഓഫ് എക്സ് നോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. ഓക്കെ, എക്സ് മൈനസ് എ ഫാക്ടർ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഇൻറ്റു സം പോളിനോമിയൽ ആയിരിക്കും എന്ത്? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആണ് എക്സ് മൈനസ് എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഇൻറ്റു സം പോളിനോമിയൽ ആയിരിക്കും. ആ സം പോളിനോമിയൽ ഏതാണെന്ന് അറിയാത്തോണ്ട് ഞാൻ അതിന് ചുമ്മാ ജി ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഒന്ന് കണ്ടുപിടിക്കുക. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് പകരം എ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പുറത്തും എക്സിന് പകരം എ കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സ് മൈനസ് എ, എക്സിന് പകരം എ കൊടുത്താൽ എ മൈനസ് എ ഇൻറ്റു ജി ഓഫ് എ, എക്സിന് പകരം എ വരും അല്ലേ? അപ്പോൾ പി ഓഫ് എ എത്ര കിട്ടും? എ മൈനസ് എ എന്താടാ? 0 ഇൻറ്റു ജി ഓഫ് എ എന്താ? അഗെയിൻ 0. സോ പി ഓഫ് എ ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ എക്സ് മൈനസ് എ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എ 0 കിട്ടി. അതൊരു പ്രൂഫ്. മറ്റേ പ്രൂഫ് എന്തായിരുന്നു? പി ഓഫ് എ 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടർ ആണെന്നും കിട്ടി. സോ ഇത്രയേ ഉള്ളൂ റിമൈൻഡർ തിയറവും ഫാക്ടർ തിയറവും അതിന്റെ പ്രൂഫും കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു. സെറ്റ് അല്ലേ? സോ മക്കളെ, ഫാക്ടർ തിയറവും റിമൈൻഡർ തിയറവും അതിന്റെ പ്രൂഫും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ എന്തായാലും കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.